ദേശീയ പാർട്ടിയായ CPM-ന്റെ മഹാരാഷ്ട്രയിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ദാദറിലെ ജനശക്തിയാണ്. പി കൃഷ്ണപിള്ളയുടെയും EMS-ന്റെയും BT രണദുബയുടെയും തുടങ്ങി EK നായനാർ, ഹർകിഷൻ സിംഗ് സുർജിത് വരെയുള്ള മൺമറഞ്ഞ നേതാക്കളുടെയൊക്കെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ഓഫീസിൽ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരാരവവുമില്ല. 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ പാർട്ടി ഒരു സീറ്റിലും ഇത്തവണ മത്സരിക്കുന്നില്ല. പകരം ഉദ്ധവ് താക്കറെയും ശരത് പവാറും അടങ്ങുന്ന മഹാവികാസ് അഘാടി മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചിരുന്ന ബാൽ താക്കറയെ എക്കാലത്തും ശക്തമായി CPM എതിർത്തിരുന്നു. അതേസമയം ബാൽ താക്കറെയും ഉദ്ധവ് താക്കറെയും ഒരുപോലെ കാണാൻ കഴിയില്ലെന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സൈദ്ധാന്തിക നേതാക്കളുടെ വിലയിരുത്തൽ. बाल ठाकरे का हिंदुत्व और उद्धव ठाकरे का हिंदुत्व इसमें थोड़ा फर्क है. उद्धव ठाकरे बीजेपी के बाजू में होने के बाद उसका लाइन भी बदल गया. बाल ठाकरे के पिताजी का जो लाइन था प्रबोधनकार ठाकरे का, जो प्रोग्रेसिव था, वही लाइन अभी उद्धव ठाकरे का है. जो कड़क हिंदुत्व था उनका, वो अभी वो रहा नहीं. ചിഹ്നം നിലനിർത്താനായി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന CPM നാസിക്കിലെ ദിൻഡോരി മണ്ഡലത്തിൽ ഇത്തവണ ജീവ ഗാവിത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ശരത് പവാർ നേതൃത്വം നൽകുന്ന NCPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവസാന നിമിഷം ഗാവിത്തിനെ പിൻവലിച്ചു. മുഖ്യ ശത്രുവായ BJPയെ പരാജയപ്പെടുത്താനാണ് ഇത്തരമൊരു തീരുമാനം എടുക്കേണ്ടി വന്നതെന്ന് നാസിക്കിലെ CPM നേതാക്കൾ പറയുന്നു. लोगों की मांग थी कि तुम कॉन्टेस्ट करो, तुम लड़ाई करो, हम पीछे है. लेकिन कैसा है कि हम हट से अगर लड़ाई करते थे तो उसका फायदा बीजेपी को होता था. കർഷകരും ആദിവാസികളും എണ്ണത്തിൽ കൂടുതലുള്ള ദിൻഡോരി, പാൽഘർ പോലുള്ള മേഖലകളാണ് CPM-ന്റെ മഹാരാഷ്ട്രയിലെ സ്വാധീന കേന്ദ്രങ്ങൾ. മുംബൈ, പൂനെ പോലുള്ള നഗരങ്ങളിൽ പാർട്ടിയുടെ സാന്നിധ്യം താരതമ്യേന കുറവാണ്. സ്ഥാനാർത്ഥിയെ പിൻവലിച്ച ഈ അടവ് നയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനം ചർച്ച ചെയ്യുന്ന സമയത്ത് ഗുണം ചെയ്യുമെന്നാണ് CPM-ന്റെ പ്രതീക്ഷ. നാസിക്കിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.